ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ സോഫ്റ്റായിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടിയോ മൈദാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നമ്മളിത് റവ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ കേക്കാണ്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. നമ്മൾ എടുക്കുന്ന തൈരിന് അധികം പുളി ഉണ്ടാവരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അളവെല്ലാം ഞാനൊരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത്. എല്ലാം ഈ ഒരു അളവിലാണ് എടുക്കേണ്ടത്. ഒരു 2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് നല്ലതുപോലൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മിക്സി മൂടിയിട്ട് ഒന്നും കൂടെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ഓവറായിട്ട് ചൂടാവാതെ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല ഒരുപാട് ലൂസുമല്ലാത്ത കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഈ കേക്ക് ടിന്ന് ഇതിൻ്റെ പുറത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. ഉണ്ടെങ്കിൽ കുറച്ച് ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മൂടി വെച്ചൊരു 40-45 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റോളം ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടീ കേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോകരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.